വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് നാസിമാണ് അണ്ടർ 20,000 20,000 രൂപയ്ക്ക് താഴെ ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള മൊബൈൽ ഫോൺ, ബെസ്റ്റ് ക്യാമറ ഉള്ള മൊബൈൽ ഫോൺ, അതേപോലെ തന്നെ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ, ഓൾ റൗണ്ടർ ആയിട്ടുള്ള മൊബൈൽ ഫോൺ, ബ്രാൻഡഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ, ഇതൊക്കെയാണ് നിങ്ങളുടെ കൺസെപ്റ്റ് എങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 20,000 രൂപയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മൊബൈൽ ഫോണുകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ ഒരു ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും 20,000 രൂപയ്ക്ക് താഴെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ്. ഏതൊക്കെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ ഒരു സെയിൽ ടൈമിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ഓഫറുകളോട് കൂടിയിട്ടുള്ള മൊബൈൽ ഫോണുകൾ ഏതൊക്കെയാണെന്നുള്ള വീഡിയോ ഇതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആളുകൾക്ക് വേണ്ടി ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് കയറി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഓഫർ സെയിലിൽ എങ്ങനെ നമുക്ക് പ്രോപ്പറായി ഓഫറുകൾ മുതലാക്കിക്കൊണ്ട് മൊബൈൽ ഫോൺ എടുക്കാമെന്നുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതും ഇതിനോടൊപ്പം തന്നെ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ. 20,000 രൂപയിൽ താഴെ ഈ ഒരു ഓഫർ സെയിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ഏതൊക്കെയാണെന്നാണ്. 3 മൊബൈൽ ഫോണാണ് ഞാൻ പേഴ്സണൽ ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് IQ Z9 എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ്. ഇതിനോടൊപ്പം തന്നെ T3 എന്ന് പറയുന്ന മൊബൈൽ ഫോണും ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ആയിട്ട് നമുക്ക് പറ്റുന്നതാണ്. അതേപോലെ തന്നെ പോക്കോയുടെ X6 എന്ന് പറയുന്ന മൊബൈൽ ഫോണും ഈ ഒരു ഗെയിമിംഗ് പെർഫോമൻസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. IQ Z9ലും അതേപോലെ തന്നെ T3 എന്ന് പറയുന്ന മൊബൈൽ ഫോണിലും സ്പെസിഫിക്കേഷൻ എല്ലാം ഒരേപോലെയാണ്. മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 7200 എന്ന് പറയുന്ന പ്രോസസറാണ് ഇരിക്കുന്നത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേ നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു രണ്ട് മൊബൈൽ ഫോണിലും വരുന്നത്. ഇപ്പോൾ ഓഫർ സെയിലിൽ 17,999 കിട്ടുന്നുണ്ട്. ഓഫർ കഴിഞ്ഞാൽ ഏകദേശം 20,000 രൂപയൊക്കെ വരുന്നതാണ്. പക്ഷേ ഈ ഒരു ഓഫർ സെയിലിൽ ബാങ്ക് ഓഫറുകൾ കാര്യങ്ങളെല്ലാം കൂട്ടിയതിനു ശേഷം നമുക്ക് 17,999 കിട്ടുന്നുണ്ടായിരിക്കും. ഇനി ചില ആളുകൾക്ക് ഡിമെൻസിറ്റിയുടെ പ്രോസസർ അത്ര ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് സ്നാപ്ഡ്രാഗന്റെ 7S Gen 2 എന്ന് പറയുന്ന പ്രോസസറോടുകൂടി 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, AMOLED ഡിസ്പ്ലേ, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, 5100 mAh ബാറ്ററി കപ്പാസിറ്റി, ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പ്, ഇത്തരത്തിലുള്ള എല്ലാ സ്പെസിഫിക്കേഷനും ഒത്തിണങ്ങിക്കൊണ്ട് പോക്കോ X6 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ 17,999 കിട്ടുന്നുണ്ട്. ഈ ഒരു 3 മൊബൈൽ ഫോണും ഗെയിമിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ മൊബൈൽ ഫോണാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 20,000 രൂപയിൽ താഴെയുള്ള കാര്യമാണ് പറയുന്നത്. അതിന് മുകളിലേക്ക് നല്ല ഓഫറുകൾ തരുന്ന അല്ലെങ്കിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ തരുന്ന മൊബൈൽ ഫോൺ ഉണ്ട്. 20,000 രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇനി 20,000 രൂപ നിങ്ങളുടെ കയ്യിലില്ല, പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ റിയൽമിയുടെ P1 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന അല്ലെങ്കിൽ ഓൾ റൗണ്ടർ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് റിയൽമി P1 എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, ഐ ബട്ടണിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ഈ ഒരു മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ റിയൽമി P1ല് മീഡിയാടെക്കിന്റെ 7050 എന്ന് പറയുന്ന പ്രോസസറാണ് ഇരിക്കുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ക്യാമറ പക്ഷേങ്കിൽ 50 മെഗാ പിക്സൽ ഉണ്ടെങ്കിൽ കൂടി അത്രത്തോളം പോരാ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനോടുള്ള അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഏതായാലും 15,000 രൂപയിൽ താഴെ ഒരു നല്ല ഗെയിമിംഗ് ഫോൺ നോക്കുന്ന ആളുകൾക്ക് റിയൽമി P1 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ പരിഗണിക്കാം. ഇനി ഓൾ റൗണ്ടർ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മോട്ടോ എഡ്ജ് 40 നിയോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ്. ഓൾ റൗണ്ടർ ഗെയിമിംഗ് പെർഫോമൻസ്, ക്യാമറ, അതേപോലെ തന്നെ ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്, ഡിസ്പ്ലേ, ഇതെല്ലാം കൂടി നോക്കുന്ന ഒരു ഓൾ റൗണ്ടർ മൊബൈൽ ഫോൺ ആണെങ്കിൽ മോട്ടോ എഡ്ജ് 40 നിയോ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ്. ഡീറ്റെയിൽ നോക്കി കഴിയുകയാണെങ്കിൽ 20,000 23,000 രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഓഫർ സെയിലിൽ 20,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ബാങ്ക് ഓഫറുകൾ കൂട്ടി കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ മികച്ച ഒരു ഡീൽ തന്നെയായിരിക്കും. ഈ ഒരു മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഡിമെൻസിറ്റി 7030 എന്ന് പറയുന്ന പ്രോസസറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത്. 144 ഹെർട്സിന്റെ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. IP68 റേറ്റിംഗ് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്പ്ലേ കർവ് ഡിസ്പ്ലേ ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓൾ റൗണ്ട് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കർവ് ഡിസ്പ്ലേ കിട്ടുന്നുള്ള ഒരു പരിഗണന കൂടി നമുക്ക് മോട്ടോ എഡ്ജ് 40 നിയോയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഏകദേശം 20,000 രൂപയ്ക്ക് താഴെ ഈ ഒരു ഓഫർ സെയിലിൽ ഓൾ റൗണ്ട് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് മോട്ടോ എഡ്ജ് 40 നിയോ എന്ന് പറയുന്ന മൊബൈൽ
മൊബൈൽ ഫോണാണ്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിയൽമി P1 Pro പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോണാണ്. 5000 mAh ബാറ്ററി, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ്, സോണിയുടെ ക്യാമറ, ഇതൊക്കെയാണ് ഈ ഒരു റിയൽമി P1 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വരുന്നത്. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയത് ഇൻഫിനിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മൊബൈൽ ഫോണാണ്. എല്ലാ ആളുകൾക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല ഇൻഫിനിക്സ് എന്ന് പറയുന്ന കമ്പനി, പക്ഷേങ്കിൽ നല്ല സ്പെസിഫിക്കേഷനോട് കൂടി തന്നെയാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇൻഫിനിക്സിന്റെ Note 40 Pro വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഓൾ റൗണ്ട് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആയിട്ട് പരിഗണിക്കാൻ പറ്റിയതാണ്. ഇനി ഈ ഒരു മൊബൈൽ ഫോൺ ഒന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് ബ്രാൻഡഡ് മാത്രമേ ഉപയോഗിക്കൂ എന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ ഭാഗത്തു നിന്നും M34 വരുന്നുണ്ട്. കുറച്ച് പഴയ ഒരു മൊബൈൽ ഫോണാണ്, നോച്ച് ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. പക്ഷേങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 20,000 രൂപയിൽ താഴെ സാംസങ്ങിന്റെ ഒരു നല്ല മൊബൈൽ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ M34 ജസ്റ്റ് പരിഗണിക്കാൻ പറ്റും. OnePlusന്റെ ഭാഗത്ത് നിന്ന് നോഡ് CE ലൈറ്റ് എന്ന് പറയുന്ന മൊബൈൽ ഫോണും പരിഗണിക്കാൻ പറ്റിയതാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ. സാംസങ് M34ലേക്ക് വന്നു കഴിയുമ്പോൾ പഴയ ഒരു ലുക്കാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, 6000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്, എക്സിനോസിന്റെ 1280 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഇതൊക്കെ ഒരു പോരായ്മയായിട്ട് പറയാം, പക്ഷേങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ നല്ലത് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സാംസങ്ങിന്റെ M34 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ മികച്ച ഒരു ഡീൽ തന്നെയാണ്. M34 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ 4 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് പ്രദാനം ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശം തന്നെയാണ്. സാംസങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് 20,000 രൂപയിൽ താഴെ നല്ലൊരു മൊബൈൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് M34 നോക്കാം. അതേപോലെ തന്നെ നോഡ് CE ലൈറ്റ് നിങ്ങൾക്ക് നോക്കാം. ആമസോണിലാണ് ഇത് കിട്ടുന്നത്. 17,000 രൂപ അല്ലെങ്കിൽ 18,000 രൂപയാണ് വരുന്നത്. LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാക്കി പെർഫോമൻസിന്റെ വശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയാം. OnePlus ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ OnePlusന്റെ നോഡ് CE ലൈറ്റ് നോക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഓഫർ സെയിലിൽ 20,000 രൂപയ്ക്ക് താഴെ മികച്ച പെർഫോമൻസ്, ക്യാമറ, ഗെയിമിംഗ് ഇതൊക്കെ നോക്കി എടുക്കാൻ പറ്റിയ മൊബൈൽ ഫോൺസ് ഇന്ന് പറഞ്ഞ ഈ ഒരു മൊബൈൽ ഫോൺസ് ഒക്കെയാണ്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഈ ഒരു മൊബൈൽ ഫോൺ അല്ലാതെ വേറെ ഏതെങ്കിലും മൊബൈൽ ഫോൺസ് ഒക്കെ ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു മൊബൈൽ ഫോൺസ് ഒക്കെ ബെറ്റർ ആണോ നിങ്ങൾ ഡീറ്റെയിൽ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എടുക്കാൻ നോക്കുക. ഈ ഒരു ഓഫർ സെയിൽ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. വലിയ ഓഫറുകൾ ഉണ്ടെന്ന് പറയുന്നില്ല, എങ്കിലും കാർഡൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഓഫറുകൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഈ ഒരു ഓഫർ സെയിലിൽ കിട്ടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് വീഡിയോ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോട്ട് തന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.